പറയുകയാണ്. എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം? ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് എതിരാണ് ഇത്. അല്ലാഹുവിന്റെ റസൂൽ അല്പസമയം അവിടെ മൗനം വീക്ഷിച്ചുകൊണ്ട് പിന്നീട് ഭാര്യമാരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഓ ഭാര്യമാരെ, നിങ്ങളെ കൂട്ടത്തിൽ ആരുടെ കയ്യിലാണോ നീളം കൂടുതൽ ഉള്ളത് അവരാണ് എന്റെ ശേഷം ആദ്യം മരിച്ചു പോരുക. ഇത് നിങ്ങൾ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാന്ന് കരുതി പറഞ്ഞതാ. ഭാര്യമാര് വിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യമാര് കയ്യിൽ നീളം നോക്കിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭാര്യമാരുടെ കയ്യിൽ ആരെ കയ്യിലാണോ മറ്റുള്ളവരെക്കാൾ കുറച്ച് നീളം അധികമുള്ളത് അവള് മരിക്കുമെന്നാണ്. അളന്നു നോക്കിയപ്പോൾ ആരെ കയ്യിലായിരുന്നു നീളം കൂടുതൽ? ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹാ. എന്തായിരുന്നു കയ്യിൽ കുറച്ച് നീളം അല്പം കൂടാനുള്ള കാരണം? സൗദ ബീവി എപ്പോഴും ധർമ്മം ചെയ്യുന്ന, സ്വതക്ക ചെയ്യുന്ന, റെയിലും തൊഴിൽ നിജാതി എന്ന് പള്ളി ദർസിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മജാസിന്റെ കിതാബിൽ കാണാം. വളരെ നീളണ്ട് എന്ന് പറഞ്ഞ ആള് നീളണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നതുപോലെ ബഹുമാനപ്പെട്ട ലളിതങ്ങൾ പറഞ്ഞ് കൈ നീളണ്ട് എന്ന് പറഞ്ഞതിന്റെ സാരം, ആരാണോ ദീനിന് വേണ്ടി കൂടുതൽ ധർമ്മം ചെയ്യുന്നത് അവർക്ക് ആദ്യം മരിക്കാൻ പറ്റുമെന്നാണ്. ലളിതങ്ങൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ ആദ്യം മഹദിയാണ് മരണപ്പെട്ടത്. സൗദ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും സ്വതക്ക കൊടുക്കും. നബിയോട് വന്നിട്ട് പറയുന്നത്, ഓരോ ദിവസവും നിബിധങ്ങൾ ഊഴമായിട്ട് അവധി ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസം നിശ്ചയിക്കുകയാണ്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. നബിയുടെ ഭാര്യമാരിൽ വലിയ മഹബത്തുള്ള വനിതയാണ്, സഹോദരിയാണ്. ഈ ആയിഷ ബീവിയുടെ ദിവസം കഴിഞ്ഞ് സൗദ റളിയല്ലാഹു അൻഹയുടെ ദിവസം വരുമ്പോൾ സൗദ ബീവി നബിയോട് പറയും, നബിയെ, ഇന്ന് എന്റെ രാത്രിയും എന്റെ ഊഴവുമാണ്. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാണ് ഇന്ന് താമസിക്കേണ്ടതും രാപ്പാക്കേണ്ടതും. എന്നാൽ നിങ്ങൾക്ക് ആയിഷ ബീവിയോട് വലിയ മഹബത്ത് ഉള്ളതിനാലും ആയിഷ ബീവി ഒരു കന്യകയായ പെണ്ണായി നിങ്ങൾ വിവാഹം ചെയ്തതിനാലും എന്റെ ദിവസം ഞാൻ നിങ്ങൾക്ക് ആയിഷ ബീവിയുടെ കൂടെ താമസിക്കാൻ ജീവിതത്തിന്റെ രാത്രി സമയം പോലും റസൂലുള്ളാഹിയുടെ പൊരുത്തം കാംക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ട് അത് മറ്റു ഭാര്യമാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഭവത്തിൽ നിന്ന് സഹോദരന്മാരെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, മരണം അത് ബേജാറോടുകൂടി എല്ലാ സ്വഹാബിയാത്തുകളും മഹാന്മാരും കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എത്രയും നേരത്തെ ആർക്കാണ് എത്തിപ്പെടാനും ജീവിക്കാനും സാധിക്കുക, അതാണ് മഹാന്മാർ കണ്ടെത്തുന്നു. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടില്ലേ സഹോദരന്മാരെ? എത്ര വയസ്സാണ് ഈ ലോകത്ത് ജീവിച്ചത്? കേവലം 24 വയസ്സ് മാത്രമാണ്. 24 വയസ്സാണ്. മുത്തുനബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമോളാണ് ഫാത്തിമത്തു സുഹ്റാ. അല്ലാഹുവിന്റെ ഹബീബ് മരിച്ചിട്ട് പിന്നെ എത്ര കാലം ജീവിച്ചത്? 6 മാസം. ഇസ്ലാമിന്റെ ചരിത്രമാണത്. നബിയോട് ചോദിച്ചുവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമയുടെ ഇരു കാലുകളിലും സ്വകാര്യം പറഞ്ഞത് സഹിയായ ഹദീസിലുണ്ട്. ഒരു സ്വകാര്യം ചൊല്ലിയപ്പോൾ ഫാത്തിമ ബി കരയും. രണ്ടാമത് കാലിൽ സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബി ചിരിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഈ സ്വകാര്യത്തിന്റെ വിശദീകരണം? മുത്തുനബിയുടെ മരണവിവരം ആദ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബി കരഞ്ഞുപോയെങ്കിൽ, മോളെ, നീ സ്വർഗത്തിലെ നേതാവ് മാത്രമല്ല, ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം ഞാൻ മരിക്കുക. ഭാര്യമാരെ കൂട്ടത്തിൽ നിന്നാണ് ആദ്യം പറഞ്ഞത്. ഇത് നബിയുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം നീയാണ് മരിക്കുക.
ഇത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമബിയുടെ കണ്ണീര് ഫാത്തിമബി കയ്യിന്റെ വിരല് കൊണ്ട് തുടച്ചിരിക്കുന്നത്. കേവലം 24 വർഷക്കാലം മാത്രം ഫാത്തിമ സഹ്റ ഈ ഭൂമിയിൽ ജീവിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ട് 6 മാസം മാത്രം ഈ ഭൂമി ലോകത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞു. നബിയുടെ കൂടെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുമെന്ന് കണ്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് സന്തോഷമാണ് ആയത്. മരണം ബേജാറല്ല, മരണം പ്രയാസകരമാണ്. ജീവിതത്തിന്റെ ഒരു അനുഭൂതിയാണ് മരണം എന്ന് പറയുന്നത്. ഈമാൻ ഉണ്ടെങ്കിൽ, ഇന്നലെ പത്രത്തിൽ വായിച്ചില്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഇടയിലാണ് കേരളത്തിലെ വലിയ ഗവേഷകനും സാഹിത്യകാരനും ചരിത്രകാരനുമായ മിസ്റ്റർ വിജയൻ മരണപ്പെട്ടു പോയത്. എന്താണ് നോക്കൂ നിങ്ങൾ, ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ മരണം സംഭവിക്കുക, അറിയുകയില്ല. ഈ പ്രസംഗം ശ്രമിക്കുന്ന കൂട്ടത്തിൽ ആരുടെയെങ്കിലും മരണം ഇവിടെ നിന്ന് സംഭവിച്ചാൽ ഇത് നാളെ ചൂടുള്ള ഒരു വാർത്തയാണ്. എനിക്ക് പറയാൻ കഴിയും, അദ്ദേഹത്തെ വളരെ സ്പീഡിൽ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പൾസ് കുറഞ്ഞുപോയി കൃത്രിമ ശ്വാസം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, മരണപ്പെട്ടു എന്നാണ്. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണും വായൊക്കെ തുറന്ന് ബേജാറായ രംഗം പോലും പത്രക്കാർ ഒപ്പിയെടുത്ത് പത്രങ്ങളിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളെ മരണമുണ്ട്. കണ്ടില്ലേ, ഈ ദാർപ്പായ കെട്ടി ഇവിടെ ലൈറ്റ് കെട്ടി മനോഹരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മുടെ കല്യാണം നടത്തുമ്പോൾ അവിടെ പന്തൽ ചെയ്യാറുണ്ട്, കസേര നിരത്താറുണ്ട്. ഇതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ കസേര നിർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ഡാർപ്പായ പെട്ടെന്ന് കെട്ടുന്ന ഒരു ദിവസമുണ്ട്. അത് ഞാനും നിങ്ങളും കാണാനെന്ന് വീട്ടിൽ ഉണ്ടാവില്ല. വീട്ടിലെങ്കിലും വിവരമറിയാൻ നമുക്ക് കഴിയില്ല. ആ ഒരു ദിവസമാണ് നമ്മുടെ മരണം. എന്റെ ജീവിതത്തിൽ എത്രയെത്ര വലിയ വലിയ സംഭവങ്ങൾ എന്റെ ഡയറിയിൽ ഞാൻ എന്റെ കൈകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നേതാണെന്നറിയോ നിങ്ങള്, ഞാൻ കോളേജിൽ നിന്ന് പാസ്സായ ദിവസം ഞാൻ എന്റെ പ്രത്യേക ഡയറിയിൽ എഴുതിച്ചിട്ടുണ്ട്. എനിക്ക് മദ്രസ രംഗത്ത് കിട്ടിയ അവാർഡ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്എസ്എഫിന്റെയും എസ്ഡിഎഫിന്റെയും പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ കിട്ടിയത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘടനയിൽ നേതാവായപ്പോൾ അതിന് പ്രത്യേക പദവി കിട്ടിയപ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും വിവാഹ ദിവസം നിങ്ങളും ഞാനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു കുട്ടിയുണ്ടായ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വിദേശത്ത് പോയ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ജോലിയിലും വിദേശത്ത് ജോലിയിലും കയറിയപ്പോൾ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു പുതിയ വീട് നിർമ്മിച്ച് അതിൽ താമസം ആരംഭിച്ച് ആ വീട്ടിന്റെ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയും നമ്മുടെ പുസ്തകത്തിൽ പ്രത്യേകം നമ്മൾ രേഖപ്പെടുത്തി അടയാളപ്പെടുത്തിയെങ്കിൽ ഇത് മറക്കാത്ത വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാളുകൾ മറക്കാൻ പറ്റാത്ത സംഭവം മനുഷ്യൻ മരണപ്പെടുന്ന ദിവസമാണ്. ഇതും ഒരു പ്രധാന ദിവസം. നമ്മളുണ്ടാവില്ല എന്ന് മാത്രം. പക്ഷെ ആ ദിവസം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ, ആ ദിവസം ഒരു വമ്പിച്ച പരിപാടിയാക്കി മാറ്റാൻ ഇവിടെ നമ്മൾ അതിന് കപ്പാസിറ്റി ഉണ്ടാക്കണം. പരിശുദ്ധ ഖുർആൻ കണ്ടില്ലേ നിങ്ങൾ പറഞ്ഞത്, ഫമാ ബക്കത്ത് അലൈഹിമു സ്സമാഉ വൽ അർളു വമാ കാനൂ മുൻവരീൻ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ സംഭവമാണ് അല്ലാഹു പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ച കാലത്ത് ഫറോവ ഉണ്ടായിരുന്നു. ആൺകുട്ടി ജനിക്കാൻ പാടില്ല എന്ന നിയമം. 90,000 ആൺകുട്ടികളെ ഫറോവ കൊന്നിട്ടുണ്ട്. മൂസാ നബിയെ പേടിച്ചിട്ടാണ് ഫറോവ 90,000 കുട്ടികളെ കൊന്നത്. 1,00,000 ചുരുങ്ങിയത്. ഒരു ആൺകുട്ടി ജനിച്ചാൽ ബനൂ ഇസ്രായേൽ അധികാരം നഷ്ടപ്പെട്ട് ഫറോവ നഷ്ടപ്പെട്ടു പോകും, ഫിറൗന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട്
പക്ഷേ ആ പേടിച്ച കുട്ടി അള്ളാഹു ജീവിപ്പിച്ച് വളർത്തിയെടുക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ ഫറോവയും ഹാമാനും ഹാറൂനും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഹാറൂനെ പറ്റി നിങ്ങൾ കിട്ടില്ലേ ഖുർആൻ? രാജകീയമായ വളരെ പ്രൗഢിയോടുകൂടിയായിരുന്നു ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. സ്വർണ്ണ ആഭരണങ്ങളിൽ കുളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ മൂസാ നബി പറഞ്ഞു, പടച്ചോനെ ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ, നീ ഇവനൊരു പാഠം പഠിപ്പിക്കണേ. എന്നിട്ട് ഭൂമിയോട് പറഞ്ഞു, ഭൂമിയെ ഒന്ന് വിഴുങ്ങാൻ കഴിയുവാക്കി മാറ്റി. കാറൂൻ അങ്ങനെ നടന്നു പോവുകയാണ്. കാറൂൻ കുതിരപ്പുറത്താ പോകുന്നത്. സ്വർണ്ണാഭരണുണ്ട്, ഇവന്റെ കുതിര സ്വർണ്ണുണ്ട്. പോകുന്ന നേരത്ത് ഭൂമി പിളർന്നിട്ട് ഇവന്റെ കാൽപാതകൾ ഭൂമി പിടിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ഖുർആനാണ്. കാറിന്റെ പാദങ്ങൾ ഭൂമി പിടിച്ചു വലിച്ചപ്പോൾ കാറും പറഞ്ഞു, പൊന്നാര മൂസാ നീ കാട്ടൂല മൂസേ, വിട് മൂസാ, നീ ഒന്ന് ഭൂമിനോട് പറയാം. മൂസാനോട് പറഞ്ഞു, ഭൂമിയെ ഒന്നും കൂടി പിടിച്ചു, അവൻ ഒന്നുകൂടി ശരിയാട്ടെ. ഭൂമി അങ്ങനെ പോയിട്ട് വല്ല മുട്ട് വരെ എത്തി, കഴുത്ത് വരെ എത്തി. അവസാനം എങ്ങനെ ഈ കാറും പോയത് പറയുന്നത്? കാറൂണിന്റെ സർവ്വസാധനങ്ങളും അവന്റെ കുതിരയടക്കം അവന്റെ വലിയ മനോഹരമായ ഉജ്ജ്വലമായ കൊട്ടാരങ്ങളടക്കം ഭൂമി വിഴുങ്ങിപ്പോയിരിക്കുന്നു. ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്നു, ഭൂമിയുടെ ഉള്ളിലേക്ക് ആ ചങ്ങാതിയും അവന്റെ പാരാവരങ്ങളും അവന്റെ മനോഹരമായ സൗധങ്ങളും അവന്റെ രത്നങ്ങളും പൊന്നും വെള്ളിയും വാഹനവും മൃഗങ്ങളും മുഴുവനും അല്ലാഹു ഭൂമിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. മൂസാ നബിതങ്ങൾ നടന്നു പോകുമ്പോൾ, നൈൽ നദിയിലൂടെ നടന്നു പോകുമ്പോൾ, മൂസാ നബിയുടെ പിന്നിലൂടെ വരുന്ന 1,00,000-ലധികം വരുന്ന ഫിർഔന്റെ അനുയായികളും ഫിർഔൻ വെള്ളം അങ്ങോട്ട് കൂടി വന്നപ്പോൾ ഞങ്ങളുടെ മൂസാന്റെ പടച്ചോനെ കൊണ്ട് വിശ്വസിച്ചു. മൂസാ ഒന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വെള്ളം കുടിച്ച് മരണപ്പെട്ട സംഭവത്തെ സൂചിപ്പിച്ച് അല്ലാഹു പറയുന്നത്, അല്ലാഹുവാണെന്ന് മുമ്പടക്കുക, റബ്ബാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച, അധികാരത്തിന്റെ ഭൂനിവാസം നടത്തിയ ഫിർഔനും നമ്രൂദും കാറൂനുമൊക്കെ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്ത് മരണപ്പെട്ടിട്ട് ഈ ഭൂമിയോ ആകാശമോ അവർക്കെതിരെ ഒരു തുള്ളി പോലും കരഞ്ഞില്ല. ആകാശവും ഭൂമിയും ഇവർക്ക് വേണ്ടി കരഞ്ഞില്ല. ആർക്കും കരയൂല, ഈമാനില്ലെങ്കിൽ കരയൂല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാത്മാക്കൾ പഠിപ്പിക്കുന്നത് അറിയുങ്ങള്, ഇവിടെ ഉണക്കമീൻ കച്ചവടം ചെയ്യുന്ന സാധുവുണ്ട്, പൂളക്കളം കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ടവനുണ്ട്, പച്ചക്കറി കച്ചവടം ചെയ്യുന്ന വേറെ ഒരാളുണ്ട്. അതുപോലെ സാധു 5 വക്കത്തിൽ വിസ്താരങ്ങൾ ജമാഅത്തായി നിർവഹിക്കും ഈമാനുണ്ട്. പൈസ കുറവാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ആ മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ ഭൂമി കരയുമെന്നാണ്. ഖുർആനാണ് ഇത്. ആകാശം കരയുന്നാണ്. എത്ര ദിവസമാണ് കരയുന്നത്? 40 ദിവസക്കാലം ഭൂമിയും ആകാശവും ഒരു മുഅ്മിനായ ആണോ മുഅ്മിനത്തായ പെണ്ണോ മരണപ്പെട്ടാൽ ഈ ഭൂമിയും ആകാശവും തേങ്ങുമെന്നും വിതുമ്പുമെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ ശരീഫിൽ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് കരയലും തേങ്ങലും നിൽക്കുന്നില്ല, 2 ദിവസം കൊണ്ട് തീരുന്നില്ല, 40 ദിവസം ഇത് സംഭവിക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ടോ നിങ്ങൾ മരണം? അല്ലാഹു പൊരുത്തപ്പെട്ട ഭൂമിയിൽ